ഏട്ടത്തിക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കൊണ്ടുവരാൻ നീ കരുതണ്ട. അത് നടക്കില്ല. ഏട്ടൻ ഇങ്ങനെ ഒരിങ്ങനെയില്ല. പാറു, പാറു നിങ്ങോട്ട് വന്നേ. പാറു അതാ വരുന്നു. എന്താടാ പാറു, ഇവൻ എവിടേക്കാ പോകുന്നെന്ന് പാറുവിന് അറിയാവോ? കാര്യങ്ങളൊക്കെ ഞാൻ അടുക്കളയിൽ നിന്ന് കേട്ടു. ആ, നിധിനെ കൊണ്ട് ഇവൻ പെണ്ണ് കാണാൻ പോവാ. അതായത് പാറു എന്റെ ഭാവി മരുമോളെ കാണാൻ പോകുന്നു. എന്റെ അമ്മ അങ്ങനെയൊന്നുമില്ല. ആദ്യമായിട്ട് ഏട്ടൻ ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. പോവാണെങ്കിൽ ഞാനും വരും, പാറുവും വരും. ആ, അങ്ങനെ പോകാൻ പറ്റത്തില്ല. അതെന്താ പറ്റാത്തത്? ഞങ്ങൾ കൂടി വന്ന എന്താ കുഴപ്പം? പാറു വേറെ റെഡിയോ, നമുക്കും പോവാം. ആ, അതല്ല ഏട്ടാ, ഞാനേ ഏട്ടത്തെ കൊണ്ട് ചെല്ലാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതില് വേറെ സസ്പെൻസ് കൂടെ ഉണ്ട്. ഏട്ടത്തെ ആദ്യം കാണട്ടെ, അത് കഴിഞ്ഞ് നിങ്ങൾ എല്ലാരും കൂടെ ഞാൻ കൊണ്ടുപോവാം. വന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഏട്ടത്തി. ഞാനൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നില്ല. വേണമെങ്കിൽ നീ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ഏട്ടാ പ്ലീസ്, അമ്മ ഞങ്ങളൊന്ന് പോയിട്ട് വരാം. എന്നിട്ട് എല്ലാവരും കൂടെ ഒന്ന് കാണാലോ. അമ്മയെങ്കിലും ഒന്ന് പറ ഏട്ടൻ്റെ അടുത്ത് പ്ലീസ്. എടാ, അവർ രണ്ടുപേരും കൂടെ പോയിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, തൽക്കാലം നമ്മൾ ക്ഷമിക്കുന്നു. പോയിട്ട് വാ. രക്ഷപ്പെട്ടു. പ്രണവ്, അടുത്തത് സകലതും തൊലച്ച്. നിനക്ക് പ്രണയിക്കാനും വിവാഹം കഴിക്കാനും അവളെ ഈ വീട്ടിലെ മരുമകളായി കൂട്ടിക്കൊണ്ടുവരാനുമെല്ലാം നിന്റെ ഏട്ടത്തിയുടെ സമ്മതം മാത്രം മതിയോ? എന്റെ അനുവാദം വേണ്ടേ? ആന്റി, ആക്ച്വലി അങ്ങനെയല്ല. നിധിക്ക് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ ഞങ്ങൾ എല്ലാവരും അങ്ങ് അക്സെപ്റ്റ് ചെയ്തോളണമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? അല്ല, നിന്റെ ഏട്ടത്തിക്ക് ആ പെണ്ണിനെ ബോധിച്ചു കഴിഞ്ഞാൽ ഏട്ടത്തി തന്നെ നിന്ന് നിങ്ങളുടെ കല്യാണം നടത്തി തരുമോ? ഈ വീട്ടിലെ മരുമകളെ സെലക്ട് ചെയ്യുന്ന കാര്യത്തില് ഒരു പ്രാവശ്യം ഒരു വലിയ മണ്ടത്തരം പറ്റിയതാ. വീണ്ടും ഒരിക്കൽ കൂടി അത്തരം ഒരു അബദ്ധം പറ്റാൻ ഞാൻ സമ്മതിക്കില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയല്ലേ പച്ചവെള്ളം കണ്ടാലും ഭയക്കും. സൂക്ഷിക്കണമെന്ന് പറഞ്ഞതാ. ആന്റി, വിവാഹം കഴിക്കാൻ പോകുന്നത് ഇവനാണ്. ഇവന് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ പ്രണയിച്ചത്. അത് കറക്റ്റാ. ഇവന്റെ ജീവിതം ഇവനാണ് തീരുമാനിക്കേണ്ടത്. ഇവൻ ഇഷ്ടമുണ്ടെങ്കിൽ വിവാഹവും നടക്കും. നടക്കില്ലാതെ. നീ ആരെ പ്രണയിച്ചാലും ശരി, ഇഷ്ടപ്പെട്ടാലും ശരി, എനിക്കിഷ്ടപ്പെടണം. അല്ലെങ്കിൽ ഈ വിവാഹം നടക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. ആന്റിക്ക് ഇഷ്ടപ്പെടും, 100% ഉറപ്പ്, ഞാൻ ഗ്യാരണ്ടി. ഞങ്ങൾ പോയിട്ട് വരട്ടെ. എടുത്ത് ഇനി നിന്നാ പ്രശ്നമാ. പെട്ടെന്നോ ഞങ്ങൾ പോയിട്ട് വരാവേ. ഗൗതം, പോയിട്ട് വരാമേ. പാറു, നീ കഴിക്കാൻ നീലെടുത്ത് ഭയങ്കര വിശപ്പ്. നീ ചെല്ലു നിധി, ചെന്ന് പ്രണവിന്റെ പെണ്ണിനെ കാണ്. കണ്ടിട്ട് നീ തിരിച്ചു വരാൻ പോകുന്നത് ഭ്രാന്ത് പിടിച്ചായിരിക്കും. ആ കാഴ്ച കാണാൻ വേണ്ടി ഞാനിവിടെ കാത്തിരിക്കും.